വളരെ രസകരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അവിടെ വളരെ സുന്ദരമാണെന്നൊക്കെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അകത്ത് വളരെ കൂടുതൽ അരക്ഷിതാവസ്ഥയാണ്. മിക്കപ്പോഴും ഇന്നലെ കഴിഞ്ഞ ദിവസവും വന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിൻ്റെ ഭാവിയൊക്കെ പ്രതിരോധത്തിലായി എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള മന്ത്രിസ്ഥാനം അഥവാ പ്രധാനമന്ത്രി സ്ഥാനം പോലും തികച്ച് അതിപ്പോൾ വർഷം പൂർത്തീകരിക്കാൻ കഴിയുമോ, കാലാവധി പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യചിഹ്നമാണ് പല വിദേശ മാധ്യമങ്ങളും ഉന്നയിക്കുന്നത്. കാരണം രണ്ട് വിഷയങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഇറാനിൽ സമീപിക്കുമ്പോൾ വാക്ക് കൊടുത്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായിട്ടുള്ള യുറേനിയം നമ്മൾ കണ്ടുകെട്ടും, മാത്രമല്ല അവിടുത്തെ ഭരണത്തെ തകർത്ത് കളഞ്ഞിട്ട് നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു റെജീം ചേഞ്ച് കൊണ്ടുവന്നിട്ട് ഒരു ഭരണ സംവിധാനത്തെ നമ്മൾ കൊണ്ടുവരും. അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു. ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും ഇസ്രായേലും കൂടി കൊണ്ടു നടക്കുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനമാണ്. അത് ഈ യുദ്ധത്തിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഈ മൂന്ന് കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരു കരാറിൽ, സമാധാന കരാർ താൽക്കാലികമാണെങ്കിൽ പോലും ആ കരാറിലേക്ക് എത്തുമ്പോൾ ഇതിലൊന്നുപോലും പാലിക്കാൻ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നാണം കെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവരുടെ സ്ഥാനത്തെ പോലും ചിഹ്നമാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അഥവാ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള ജൂതന്മാരും അങ്ങനെ തന്നെ നമ്മുടെ ഈ നികുതിപ്പണം കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയുന്ന ആളുകളും കൂടി രംഗത്തിറങ്ങുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന രംഗമാണ് ഈ ഇസ്രായേലിൻ്റെ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പല മുഖ്യധാര മാധ്യമങ്ങളും ഇത് കണ്ണടച്ചിരുട്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ അഥവാ അവിടുത്തെ IDF-ൻ്റെ തന്നെ ആയിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഇയാൽ സമീർ ഉൾപ്പെടെയുള്ളവർ, ഇവർക്ക് എതിരെ പല വിഷയങ്ങളിലും അവരെ ന്യായങ്ങൾക്കെതിരാണെന്ന് പറയുന്ന വാർത്തകളൊക്കെ മറനീക്കി പുറത്തു വരുന്നുണ്ട്. അവിടെയാണ് ഈ നെതന്യാഹുവിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു പ്രധാനമന്ത്രി പദവി തുലാസിലായിട്ടുള്ളത്. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മറ്റൊരു മന്ത്രിയാകണം അല്ലെങ്കിൽ ഇടക്കാല മന്ത്രിസഭ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുറവിളികളാണ് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വാഗ്വാദാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു ആശ്വാസം എന്നുള്ള നിലക്ക് നമുക്കതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി ഹിസ്ബുള്ളയെ ഒന്ന് ആക്രമിച്ചു നോക്കാമെന്ന് കരുതിയത്. ഹിസ്ബുള്ളയെ വളരെ കൂടുതൽ ക്രൂരമായ ആക്രമണങ്ങൾ കഴിച്ചുവിട്ട നെതന്യാഹു അവിടെയും പ്രതിരോധത്തിലായി. ട്രംപ് പറഞ്ഞു, നിങ്ങൾ ഈ കരാറിനെ പാലിക്കണം. ഞങ്ങളും അതേപോലെ ഇറാനും കൂടി ഒരു കരാറിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കരാറിന് നിങ്ങൾ പാലിക്കാത്ത പക്ഷം ഞങ്ങളുടേതായ നികുതിദായരുടെ പൈസ കൊണ്ടാണ് നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങൾ സഹായങ്ങളൊക്കെ നിർത്തും. ഞങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളത് ഞങ്ങൾ പിൻവലിക്കുകയും ഇനി ഒറ്റൊന്നും തരാതിരിക്കുകയും ചെയ്യും. ഇത് പറയലോടുകൂടി നെതന്യാഹു വളരെ വലിയ രൂപത്തിൽ ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ്, പരമാധികാര രാജ്യമാണെന്നൊക്കെ പറഞ്ഞ അതേ മനുഷ്യൻ പറയുന്നു, നമ്മൾ ഒരുമിച്ച് പോകേണ്ടവരാണ്, നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിച്ചോളാം. അവസാനം ആ ഹിസ്ബുള്ളയുമായിട്ടുള്ള അറ്റാക്ക് അല്ലെങ്കിൽ അവിടെയുള്ള യുദ്ധം നിർത്തിവെക്കേണ്ടി വന്നു. അവിടെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന നെതന്യാഹു ഇപ്പോൾ പ്രതിരോധത്തിലായിട്ടുള്ളത്. ഒരു ഭാഗത്ത് കോടതി പറയുന്നു നിങ്ങൾ കോടതിയിൽ ഹാജരാകണം, മറുഭാഗത്ത് പൗരന്മാർ പറയുന്നു എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തിൻ്റെ ഈ പദവി രാജിവെച്ചുകൊണ്ട് തൽസ്ഥാനത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനും കഴിവുള്ള 1-2 ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആ ആളുകളെയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പുനഃസ്ഥാപിക്കണം. അല്ലാതെ നിങ്ങളെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഗാസയിലും അതുപോലെ ഹിസ്ബുള്ളയിലും ഇറാനിലും ഞങ്ങൾക്ക് ബോധ്യമാണ്. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിക്കാനില്ല, അതിനുള്ള സമയമല്ല ഇതെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് നെതന്യാഹു പറയുന്നത്, രാജ്യത്തെ എല്ലാ ജൂതന്മാരും എൻ്റെ സഹോദരന്മാരാണ്. അത് എൻ്റെ വീഡിയോ ഉണ്ട് ഇതിൽ. സഹോദരന്മാരാണ്. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നാൽ വിജയം വരിക്കാൻ കഴിയും. 2027 നമ്മുടെ എല്ലാവിധ ടാർഗറ്റുകളും ഹിറ്റ് ചെയ്യും. ഇപ്പോഴുള്ള കരാറുകൾ താൽക്കാലികമാണെന്ന് ബഹുമാനപ്പെട്ട ട്രംപ് തന്നെ ലോകത്തിനു മുമ്പിൽ ഡിക്ലെയർ ചെയ്ത് അഥവാ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായിട്ടുള്ള ലക്ഷ്യങ്ങളെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അടിച്ചൊരുക്കിയിരിക്കുകയാണ്. പക്ഷേ അതിനൊന്നും താൽക്കാലികമാണെന്നുള്ള ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇറാനികൾ മനസ്സിലാക്കുന്നത്. ഇത് താൽക്കാലികമാണ്, അഥവാ ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ടപ്പുറത്തേക്ക് പോകുമോ ഇല്ലയോ എന്നതൊക്കെ ഈ ഇടക്കാല ചർച്ചകളിലൂടെ മാത്രം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ലോക വാർ അനലിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഏറ്റവും കോൺഫ്ലിക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വിഷയം ഇവിടെ ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിനെക്കുറിച്ച് ചർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, യുറേനിയം സമ്പുഷ്ടീകരിച്ചത് സ്വന്തം നാട്ടിൽ വെക്കാൻ അനുമതിയില്ല എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ കരാറാകെ അടപടലം താഴെ പോകും. ആ കരാർ താഴെ വീഴ്ത്താനുള്ള തന്ത്രം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കയ്യിലുണ്ട്. അങ്ങനെ ഒരു ചർച്ച എപ്പോഴാണോ ഇവർ കൊണ്ടുവരുന്നത്,
മേ ബി ഇതുവരെ അഥവാ 60 ദിവസത്തിൻ്റെ ഇടയിൽ അതിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. അല്ലെ, ഫുട്ബോൾ മാമാങ്കങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ കൊണ്ടുവരുള്ളൂ. അവിടെ ഇവർ ഒടുക്കപ്പെടല്ലെങ്കിൽ അതിനെതിരാകും എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അത്രയും ദിവസം ഇറാൻ ഒരു ലോട്ടറി അടിച്ച മട്ടാണുള്ളത്. എന്താ, 47 വർഷമായിട്ട് ഇവരെ തുറക്കാതിരുന്ന അവരുടെ വ്യാപാര ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് കളഞ്ഞത് വീണ് കിട്ടിയൊരവസരമായിട്ട് ഇറാന് ലഭിച്ചിരിക്കുകയാണ്. അവിടെ ട്രഷറി എന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വ്യാപാര ബന്ധങ്ങളൊക്കെ പഴയതുപോലെ 1947 ശേഷം ഇസ്രായേൽ വന്നത്, അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള ഒരു പരോക്ഷമായിട്ട് യുദ്ധം ഉണ്ടായി. പിന്നെ ട്രംപ് വന്നതിന് മുമ്പായിട്ട് ബരാക് ഒബാമ അല്പം ഒരു ആശ്വാസം കൊടുത്തു. അങ്ങനെ കാലപ്പഴക്കങ്ങളും ഒരുപാട് ചരിത്രങ്ങളുമുള്ള ഉപരോധമാണ്. അതാണ് ഈ ഒരു ഘട്ടത്തിൽ അല്പമെങ്കിലും ആശ്വാസം എന്നുള്ള നിലക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ ചൈനയുടെയും ഇറാൻ്റെതും കൂടിയാണ്. ബാക്കിയുള്ള കപ്പലുകളെ ക്യൂ സിസ്റ്റത്തിലാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇതിൽ ആർക്കാണ് ലോട്ടറി കിട്ടിയത്? ആരാ ജയിച്ചത്? അമേരിക്ക തോറ്റിരിക്കുന്നു, ഇസ്രായേലും തോറ്റിരിക്കുന്നു. ശരിക്ക് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ അമേരിക്കയുടെ ആ മുകളിൽ കയറി നിന്നിട്ട് ഇറാന് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് എവിഡൻസോടുകൂടി ഇറാനികൾ പങ്കുവെക്കുന്ന ചിത്രമാണ്. ഈ ഹോർമുസ് കടലെടുക്കലൂടെ കൊണ്ടുപോകുന്ന കപ്പലുകളുടെ എണ്ണം അവിടെ തടയാൻ ഇനി അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാരണം ആ ഒപ്പിന് വിപരീതമായി പ്രവർത്തിച്ചാൽ എത്രയും പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന മുന്നറിയിപ്പാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഒന്ന് ദുബൈയാണ്, UAE ആണ്, മറ്റൊന്ന് ഖത്തറിൻ്റെ ഭാഗമുണ്ട്, അതുപോലെ 5th ഫ്ലീറ്റുണ്ട്, ബന്ധപ്പെട്ട മേഖലകൾക്കുണ്ട്. അപ്പോൾ ഒരു അടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ തലങ്ങും വിലങ്ങും നോക്കില്ല, കൃത്യമായിട്ട് അടിച്ച് പരിപ്പിളക്കുമെന്ന രീതിക്ക് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സമാധാനം ഏറ്റവും കൂടുതൽ ആവശ്യം അമേരിക്കക്കാണ്. ഇസ്രായേലിന് അത്ര കണ്ട് സമാധാനം വേണമെന്നില്ല. അമേരിക്കയിലാണ് ഇപ്പം സാന്നിധ്യം വഹിക്കുന്ന അവിടെ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിനൊരു പോറലേൽക്കാതെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കേണ്ട ഉത്തരവാദിത്തം ട്രംപിൻ്റെ തലയിൽ വന്ന് വീണു എന്നുള്ളത് അമേരിക്കയുടെ ഹതഭാഗ്യവും ഇസ്രായേലിൻ്റെ വലിയൊരു ലക്കുമായിട്ട് നമ്മൾ ലോകം മനസ്സിലാക്കുന്നു. ഇവിടെയാണ് അക്രമികളൊക്കെ ഒന്നല്ല മറ്റൊന്നിൽ വീഴും. അതിവളവന്മാർ അങ്ങാടി തോക്കുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത്. എന്നാൽ ഈ യുദ്ധം 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പിടിച്ച് വന്ന ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗതികേടിലേക്ക് എത്തിയത്. 4 ദിവസം കൊണ്ട് അവിടുത്തെ റെജീം ചേഞ്ച് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ എണ്ണ സമ്പത്ത്, ഗ്യാസ് സമ്പത്ത് ഒക്കെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് വലിയ രൂപത്തിൽ ഗീർവാണങ്ങളൊക്കെ അടിച്ചിട്ട് തിരിച്ച് കളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞതല്ല. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഉപരോധങ്ങൾ പോലും ഇതിൻ്റെ പേരിൽ മാറ്റിക്കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ലോക പോലീസിന് എന്ത് നേടാൻ പറ്റി? ഒന്ന് വിസ്തരിച്ച് ചിന്തിക്കുക. ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഇറാനാണ്. ഇസ്രായേൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ തൊഴിലില്ലാ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ യുദ്ധക്കെടുതികളിൽ നിന്ന് വളരെ കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകൾ, ഈ ഭവനങ്ങളൊക്കെ, ഫ്ലാറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് വീണ്ടും ഒരു സ്വസ്ഥമായ ജീവിതത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതോടൊപ്പം വളരെ കൂടുതലായിട്ട് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് അത് കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ആ രാജ്യം തകർന്നു. ഇസ്രായേൽ തീർന്നു എന്ന് പറയാം. ഇസ്രായേൽ തീർന്നു എന്ന് പറയാൻ കാരണം ഇതൊക്കെയാണ്. കാത്തിരുന്ന് കാണാം പുതിയ വിശേഷമായിട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.